കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. സമാഗമന കൂടാരമെന്ന ഈ പഠന പരമ്പര. അതിലേക്ക് കടന്നു വരുന്ന എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന കുവൈറ്റിലെ മംഗഫിലുള്ള ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, അവിടുത്തെ പാസ്റ്റർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, വിശ്വാസികൾ, ഹാർവസ്റ്റ് ടെലിവിഷൻ്റെ എല്ലാ അധികാരികൾ, എല്ലാ മെമ്പേഴ്സ്, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ, നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കരുണയുള്ള കർത്താവേ, വീണ്ടും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ ആഴമായ വചനങ്ങൾ മനസ്സിലാക്കണം. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്ന കർത്താവ്, കരം വെച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും തുറക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ ജ്ഞാനങ്ങളെ ഗ്രഹിച്ച് അനേകർക്ക് അത് വിളമ്പിക്കൊടുക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കിക്കാട്ട്, കൃപയിൽ പൊതിഞ്ഞാട്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് 2453 വർഷം ആദം മുതൽ ന്യായപ്രമാണം വരെ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ദൈവം ഇവരുടെ ഇടയിൽ ഇങ്ങനെയൊരു കൂടാരം ചമച്ച് വസിച്ചില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ ഭൂമി ലൂസിഫറും ഗണങ്ങളുമായിരുന്നെന്നും അവർ ധനത്തിൻ്റെ മോഹം, സൗന്ദര്യത്തിൻ്റെ പ്രഭ, സ്വയ ആരാധന, ഈ വക വിഷയങ്ങളാൽ വീണുപോയതുകൊണ്ട് ദൈവം അവരെ ആട്ടി പുറത്താക്കിയെന്നും അതിനുശേഷം ദൈവം ആദവിനെയും ഹവ്വയെയും സൃഷ്ടിച്ചതും മനസ്സാക്ഷിയിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള ആലോചന അവർക്ക് കൊടുത്തതനുസരിച്ച് അവർ മനസ്സാക്ഷിയിൽ ജീവിക്കുവാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ പലരും മനസ്സാക്ഷിയിൽ കൊടുത്ത പ്രമാണങ്ങൾ വിട്ട് ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ, അല്ലെങ്കിൽ പിശാചിൻ്റെ അധീനതയിലായപ്പോൾ, ദൈവം അവരുടെ ഇടയിൽ ഇറങ്ങി വസിക്കുവാനാണ് ഈ കൂടാരം പണിത് എന്ന് ചിന്തിക്കുവാനിടയായി. എന്താണ് ദൈവം യഹൂദ ജാതിയെ തിരഞ്ഞെടുക്കുവാൻ കാരണം? മറ്റ് ജാതികളെയൊക്കെ കൈവിട്ടത് അനീതിയല്ലേ എന്നുള്ളൊരു ചിന്ത ചിലരിലെങ്കിലും ഉണ്ടാകാറുണ്ട്. എൻ്റെ ചെറുപ്പകാലത്ത് ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ പിശാചിൻ്റെ തേരോട്ടത്തിൽ, അല്ലെങ്കിൽ ജൈത്യയാത്രയിൽ, പിശാചിൻ്റെ ഓട്ടത്തിൽ അനേകരെ തെറ്റിച്ച് അവൻ്റെ അധീനതയിലാക്കി. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നിമ്രോദിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഭാഗം മനസ്സിലാക്കുവാൻ കഴിയും. നിമ്രോദ് യഹോവയുടെ സന്നിധിയിൽ നായാട്ടുവീരനായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഭാഗം മറ്റൊരു എപ്പിസോഡ് ഞങ്ങൾ വിവരിച്ചോളാം. എങ്കിലിപ്പോലും യഹോവയുടെ സന്നിധിയിൽ നായാട്ടുവീരൻ എന്ന് പറയുവാൻ എന്താണ് കാരണം? എത്രയോ പേർ നായാട്ടുവീരന്മാർ ബൈബിളിലുണ്ട്. പക്ഷേ നിമ്രോദിനെക്കുറിച്ച് അങ്ങനെ ഒരു പ്രസ്താവന വരുവാൻ കാരണമെന്ത്? ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ വേട്ടയാടുന്ന പണിയായിരുന്നു നിമ്രോദിന്. അവൻ്റെ ഭാര്യ സെമീറാമീസും ഒക്കെ ചേർന്ന് മനുഷ്യകുലത്തെ പാപത്തിൽ, വിഗ്രഹാരാധനയിൽ, പാപത്തിൽ കൂടി സഞ്ചരിപ്പിച്ചപ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വന്നു. തൻ്റെ ജനമെന്ന് പറയുവാൻ ദൈവത്തിൻ്റേതായ നോട്ടത്തിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്പമെങ്കിലും കൊള്ളാവുന്നവർ അബ്രഹാമിൻ്റെ സന്തതിയായിരുന്നു. ആവർത്തന പുസ്തകത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ആവർത്തന പുസ്തകം 9:4-6 വരെയുള്ള ഭാഗങ്ങളിൽ അത് കാണാമെങ്കിലും അതിൻ്റെ 5-ാം വാക്യം ഞങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. നീ അവരുടെ ദേശം കൈവശമാക്കുവാൻ ചെല്ലുന്നത് നിന്റെ നീതി നിമിത്തവും നിന്റെ ഹൃദയ പരമാർത്ഥത നിമിത്തവും അല്ല, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് യഹോവ സത്യം ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിനും അത്രേ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയുന്നത്. പ്രൈസ് ദി ലോർഡ്.
അബ്രഹാമിൻ്റെ സന്തതിയെ തിരഞ്ഞെടുക്കാൻ കാരണം ദൈവം വ്യക്തമാക്കുന്നു, അബ്രഹാമിൻ്റെ മക്കളെ നിങ്ങളുടെ നീതി നിമിത്തമല്ല. അവരെ നീക്കിക്കളയാൻ കാരണം അവരുടെ ദുഷ്ടത നിമിത്തം. കാരണം ലൂസിഫർ, പിശാച്, നിമ്രോദിലും സെമീറാമിസിലും കടന്ന് അന്യ ആരാധനയും ദൈവത്തിൻ്റെ വ്യവസ്ഥകളെയും തെറ്റിച്ചുള്ള പ്രമാണങ്ങളിൽ കൂടി അവരെ നടത്തിയപ്പോൾ അവർ മുഴുവനും തെറ്റിപ്പോയി. അതിൽ അല്പം കൊള്ളാവുന്നവർ അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ടും, അതുമാത്രമല്ല അവിടെ എടുത്തു വേറൊരു കാര്യം കൂടെ പറയുന്നു, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് ചെയ്ത വാക്ക് നിമിത്തവും സത്യനിമിത്തവും എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ജനത്തെ നേരെ നടത്തുവാനും ഇവരുടെ ഇടയിൽ വസിപ്പാനുമാണ് ദൈവം ഇങ്ങനൊരു പദ്ധതി ഇട്ടത്. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ സംഭവിച്ചു തീർന്നു എന്ന ആ പ്രസ്താവന ഈ കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ പുറകിലുള്ള 8 പലകയിൽ എത്തി നിൽക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ദൈവമിട്ട പദ്ധതി സംഭവിച്ചു തീരുന്നു. പിശാച് പറഞ്ഞതുപോലെ സമയത്തിനു മുൻപേ ദണ്ഡിപ്പിക്കാൻ വന്നുവോ എന്ന ആ ചോദ്യത്തിലുള്ള സമയത്തിൻ്റെ അവസാനം ആ 8 പലകയിൽ എത്തി നിൽക്കുന്നു. അവിടെ നിന്നും നിത്യയുഗത്തിൻ്റെ സമയവും മർമ്മങ്ങളും വെളിപ്പെടുന്നു. സമാഗമന കൂടാരം സഭയുടെ തുടക്കമെന്ന് നമുക്ക് പറയാം. സഭയുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു പാഠ്യ പദ്ധതിയായിരുന്നു കൂടാരം അല്ലെങ്കിൽ ദൈവം അവർക്കൊരുക്കി കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായി പഠിക്കുന്ന ഒരാൾക്ക് ഒരു കളിവീട് പോലെ ഒരുപക്ഷെ തോന്നാമെന്ന ഈ സമാഗമന കൂടാരം എന്തിനിങ്ങനെ സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം, ഇതിന് എന്താണ് ഇതിനകത്തുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചില ഭാഗങ്ങൾ ഞാൻ നടത്തി കാണിക്കട്ടെ. യിരെമ്യാ പ്രവചനം 49 അധ്യായത്തിൻ്റെ 21, 22 വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അതിൻ്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു, അവൻ കഴുകനെ പോലെ പറന്നു വന്ന് ബസ്രയുടെ മേൽ ചിറക് വിടർത്തും. എന്താണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ വാക്യത്തിൻ്റെ 1, 2, 3 പദ അർത്ഥങ്ങൾ നടന്നിരിക്കാം. പ്രവചന ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പല പ്രവചന ഭാഗങ്ങൾക്കും 1-ാം പദ അർത്ഥവും 2-ാം പദ അർത്ഥവും ഒരുപക്ഷെ 3-ാം പദ അർത്ഥവും നമുക്ക് കാണുവാൻ കഴിയും. ദാനിയേൽ പ്രവചനത്തിൽ 11-ാം അധ്യായത്തിൽ ഒരു അന്ത്യോക്യസ് എപ്പിഫാനസ് വന്ന് യെരൂശലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കുന്നു, പന്നിയെ യാഗം കഴിക്കുന്നു. ഇങ്ങനെയുള്ള ഭാഗം കാണുവാൻ കഴിയുന്നുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ 8-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും ഒക്കെ നാം മനസ്സിലാക്കുന്നത് പോലെ ഒരു അധിപതി എഴുന്നേൽക്കും, അവൻ ദേവാലയത്തിലിരിക്കും, യാഗങ്ങളെയും നിയമങ്ങളെയും അവൻ ലഘൂകരിക്കും, അശുദ്ധമാക്കും എന്നും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് യെരൂശലേം ദേവാലയത്തെ അശുദ്ധമാക്കിയത് അതിൻ്റെ 1-ാം പദമെങ്കിൽ അതിൻ്റെ അടുത്ത പദം അർത്ഥമാണ് അതേ വാക്യം തന്നെ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യത്തിലും 2 തെസ്സലോനിക്കൽ പൗലോസ് അപ്പോസ്തലനും എടുത്തു പറയുന്നു, ഒരു അധർമ്മത്തിൻ്റെ മർമ്മം അല്ലെങ്കിൽ അവൻ ഒരു നിയമത്തെ കഠിനമാക്കും എന്ന് പറഞ്ഞാൽ ആ പ്രവചനത്തിന് 2 പദ അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വായിച്ച യിരെമ്യാ പ്രവചനത്തിലെ ഈ ഭാഗത്തിന് ഉള്ള ഒരർത്ഥമാണ് 1991 ഗൾഫ് വാർ സമയത്ത് നടന്ന സംഭവം. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ സൂയസ് കനാലിൻ്റെ ഏതോ ഭാഗത്ത് കിടന്നിട്ട് ഇറാഖിലെ ആദ്യത്തെ ദിവസ ബോംബിംഗ് സമയത്ത് ആ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും അമേരിക്കയുടെ സ്റ്റെൽത്ത് പ്ലെയിനുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊങ്ങി ആ ദിക്കുകളെയെല്ലാം പ്രകമ്പനം കൊള്ളിച്ചതിൻ്റെ ഒച്ച ചെങ്കടലിൽ കേൾപ്പിച്ചുകൊണ്ട് പൊങ്ങിയിട്ട് ബസ്രയുടെ മേൽ ചിറക് വിടർത്തി ആയിരക്കണക്കിന് ടൺ ബോംബുകളിട്ടത് ഞാൻ ഒരു വിദേശ രാജ്യത്തിരുന്ന് ലൈവായി നേരിൽ കണ്ടതാണ്. അന്ന് ആ കാഴ്ച കണ്ടു കഴിഞ്ഞ് പിന്നീടുള്ള എൻ്റെ പഠനത്തിൽ ഈ ദൈവവചന ഭാഗം കണ്ടപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ മുട്ടിന്മേൽ നിന്ന് സ്തുതിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒച്ച ചെങ്കടലിൽ കേൾക്കുന്നു, അവൻ കഴുകനെ പോലെ ചിറക് വിടർത്തി ബസ്രയുടെ മേൽ പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. ഇറാഖിലെ ബസ്രയുടെ മേൽ അമേരിക്കയുടെ സ്റ്റെൽത്ത് പ്ലെയിനുകൾ ബോംബിട്ടത് ഒരുപക്ഷെ യിരെമ്യാ പ്രവചനത്തിലെ ഈ പ്രവചനത്തിൻ്റെ 1-2 പദ അർത്ഥമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം,
മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തെ എഴുതുന്നു. അന്നത്തെ ജനത്തിന് മനസ്സിലാകത്തക്കവണ്ണം കഴുകൻ്റെ പേരിൽ എഴുതിയെങ്കിൽ ഇന്നത്തെ ദൈവവചനം പഠിക്കുന്ന ഒരു പഠിതാവിന് സ്റ്റെൽത്ത് പ്ലെയിനെ കുറിച്ചും അതുണ്ടാക്കുവാൻ അവർ ഉപയോഗിച്ച ടെക്നോളജി കണ്ടുപിടുത്തം കഴുകനിൽ നിന്നാണെന്നുകൂടി മനസ്സിലാക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ എഴുത്തിൻ്റെ ശൈലിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എസെക്കിയേൽ പ്രവചനം 21 അധ്യായം അതിൻ്റെ 27 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പദം 3 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. 3 പദങ്ങൾ അവിടെ വീണ്ടും വീണ്ടും പറയുകയാണ്. ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. എന്താണ് ഇങ്ങനെ 3 പദങ്ങൾ എസെക്കിയേൽ പ്രവാചകനെ കൊണ്ട് പറയിക്കാൻ കാര്യം? പരിശുദ്ധാത്മാവിന് തെറ്റിയോ? കൂട്ടിച്ചേർത്തവർക്ക് തെറ്റിയോ? അതോ എസെക്കിയേൽ പ്രവാചകന് പറഞ്ഞതിൽ തെറ്റിയോ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ പെട്ടെന്ന് ആ ഭാഗം വിവരിച്ച് മുൻപോട്ട് പോകട്ടെ. 1917 ഒന്നാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. 1917 ലോർഡ് ആർതർ ബാർഫർ എന്ന് പറയുന്ന സഖ്യകക്ഷികളുടെ നേതാവ് യഹൂദ രാഷ്ട്രം പ്രഖ്യാപിച്ചു. എന്തിനായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം? തുർക്കിയുടെ അധീനതയിൽ നിന്നും കൈവശത്തിൽ നിന്നും തൻ്റെ ജനത്തിൻ്റെ രാജ്യമാകുന്ന ഇസ്രയേലിനെ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ UN വശം എത്തിക്കുവാനായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. 9 മില്യൺ ആൾക്കാർ ആ യുദ്ധത്തിൽ മരിച്ചു എന്ന് ഇൻ്റർനെറ്റിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 21 മില്യൺ ആൾക്കാർ ഇൻജുവേർഡായി. ദൈവത്തിന് സ്തോത്രം. 21 + 9 30 മില്യൺ ആൾക്കാർ മരിച്ചു വീണു അല്ലെങ്കിൽ ഇൻജുവേർഡായി. ആ യുദ്ധം എന്തിനാ ദൈവം നടത്തിയത്? ഇത്ര വലിയ ഭയാനകരമായ 30 മില്യൺ ആൾക്കാർ കഷ്ടതയിലായ, അതുമാത്രമോ ഒരു 2 മണിക്കൂർ കറണ്ട് പോയാൽ AC ഇല്ലെങ്കിൽ അറിയാം നമ്മുടെ ബുദ്ധിമുട്ട്. ഒരു ദിവസം 4 ബക്കറ്റ് വെള്ളം കുറഞ്ഞാൽ നമുക്കറിയാം, വെള്ളം കിട്ടിയില്ലെങ്കിൽ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അങ്ങനെയെങ്കിൽ ഇത്ര ഭയാനകരമായ ഒരു ലോകത്തിൽ ഒരു ലോകമഹായുദ്ധം നടത്തിയത് എന്തിനായിരുന്നു? ശ്രദ്ധിക്കണമേ, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനും ഉദ്ധാരണത്തിനും വേണ്ടി. 1939 to 1945 രണ്ടാം ലോകമഹായുദ്ധം. അവിടെ നിൽക്കാൻ എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പോകട്ടെ. 1945 മെയ് 8 ഹിറ്റ്ലറുടെ ജർമ്മനി സറണ്ടറായി. 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന 4400 കിലോയുള്ള ആറ്റം ബോംബ് എനോളഗെ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് വഴി അവർ ഹിരോഷിമയിലിട്ടു. ഏകദേശം 100,000 ആൾക്കാർ ഉരുകി മണ്ണോട് ചേർന്നു. വെള്ളത്തിൽ ചാടിയവർ തിളച്ച് വെന്തുപൊങ്ങി. 10,000 ബിൽഡിങ്ങുകൾ ഉരുകി മെഴുകുപോലെ നിലംപതിച്ചു. ഹിരോഷിമ നഗരം ഉരുകിയ മെഴുക് കെട്ട പോലെയായി. 1945 9 ഫാറ്റ്മാൻ എന്ന് പറയുന്ന 4500 കിലോ ഉള്ള ആറ്റം ബോംബ് നാഗസാക്കിയിലിട്ടു. 74,000 പേർ ഓൺ ദ സ്പോട്ടിൽ മരിച്ചു വീണു. 48,000 കെട്ടിടങ്ങൾ തകർന്നു വീണു. 1945 ഓഗസ്റ്റ് 15 ജപ്പാൻ കരമുയർത്തി സറണ്ടറായി. 1948 മെയ് 18 ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായി. പ്രൈസ് ദ ലോർഡ്. മത്തായി 24:6 നമ്മൾ വായിക്കുന്നു, നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും. ആരെക്കുറിച്ചാണ് പറയുന്നത്? കാർഗിൽ യുദ്ധത്തെക്കുറിച്ചാണോ? ചൈന ഇന്ത്യ യുദ്ധത്തെക്കുറിച്ചാണോ? വിയറ്റ്നാം യുദ്ധത്തെക്കുറിച്ചാണോ? ഏറ്റവും നീണ്ട യുദ്ധം വിയറ്റ്നാം യുദ്ധമല്ലേ? പക്ഷേ എന്തുകൊണ്ട് യഹൂദന്മാരോട് ദൈവം പറയുന്നു, നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും? മത്തായി 24:32 നമ്മൾ വായിക്കുന്നു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. ഒന്നാം ലോകമഹായുദ്ധം തുർക്കിയുടെ കയ്യിൽ നിന്നും ഇസ്രയേലിനെ ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചുവെങ്കിൽ രണ്ടാം ലോകമഹായുദ്ധം ഇംഗ്ലണ്ടിന് സ്വതന്ത്ര രാഷ്ട്രം കിട്ടി. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം. ദൈവത്തിന് സ്തോത്രം. ആ 3 ഉന്മൂലനാശം അത് 2 നടന്നുവെങ്കിൽ ശ്രദ്ധിക്കണമേ,
ഒരു ഉന്മൂലനാശം ബാക്കിയുണ്ട്. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകത്തിലും പൂർണ്ണമായും വ്യക്തമായും വിവരിക്കുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസുകളും അതിന് വരുന്ന സഖ്യ കക്ഷികളും എവിടെ നിന്ന് പോലും എസെക്കിയേൽ പ്രവചനത്തിൽ പറയുമ്പോൾ ശ്രദ്ധിക്കണമേ, പ്രായത്തിനനുസരിച്ചുള്ള വചനമാണ് ദൈവത്തിന് സ്തോത്രം ദൈവം തൻ്റെ ജനത്തിന് തരുന്നത്. അതിന് യെശയ്യാവിൻ്റെ പുസ്തകം 34:16 നമ്മൾ കാണുന്നത് പോലെ യഹോവയുടെ പുസ്തകത്തിൽ നാം വായിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. പഠിക്കേണ്ട ഡ്യൂട്ടി നമുക്കാണ്. കർത്താവിൻ്റെ നാമത്തിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഹാബേൽ മനസാക്ഷി ഓർത്തനുസരിച്ചു, കായീൻ അനുസരിച്ചില്ല. അബ്രഹാം പക്ഷികളെ പിളർന്നില്ല, പിളർക്കണം, രണ്ടാക്കണം എന്നുള്ള ലേവി 1:17 വാക്യം മനസാക്ഷിയിൽ കൊടുത്തിരുന്നു. ഈ കാലഘട്ടം കഴിഞ്ഞാണ് ദൈവം ഇവരുടെ ഇടയിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം നമ്മുടെ രാജാവായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ്റെ അരിക്കൽ ഒരിക്കൽ ഗിദെയോൻ നിവാസികൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ചെന്നിട്ട് പറയുകയാണ്, ഗിദെയോനോട് പറയുന്നു, ഗിദെയോനി നീ ഞങ്ങൾക്ക് രാജാവാകണം. ന്യായാധിപന്മാർ 8:23 നമുക്കത് കാണുവാൻ കഴിയും. ഗിദെയോൻ അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകില്ല. നോ, ഞാൻ നിങ്ങൾക്ക് രാജാവാകില്ല. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കണമേ, നിങ്ങൾ എൻ്റെ മക്കളെയും രാജാക്കന്മാരാക്കരുത്. ഞാനുമാകില്ല, എൻ്റെ മകനുമാകില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അത് നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ഗിദെയോൻ ഇവിടെ മനസ്സിലാക്കിയത്? ഗിദെയോന് മനസാക്ഷിയിലും അല്ലെങ്കിൽ അവൻ്റെ ഉള്ളത്തിൽ മനസ്സിലായി, യഹോവയാണ് നമ്മുടെ രാജാവ്. ഇത് ഗിദെയോൻ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്, ഞാൻ രാജാവാകില്ല, യഹോവയാണ് നമ്മുടെ രാജാവ്. ഇസ്രായേൽ മക്കൾ വീണ്ടും രാജാവിനെ ചോദിക്കുന്നതും ശൗമേല പുസ്തകത്തിൽ 8:7 നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെയും പറയുന്നു, യഹോവ അവർ നിന്നെയല്ല എന്നെയാണ് ധിക്കരിച്ചത്, അതുകൊണ്ട് അവർക്ക് രാജാവിനെ കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, യേശു നമ്മുടെ രാജാവായിരിക്കും. യേശുവിനോട് പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നീ രാജാവാണോ? യേശു പീലാത്തോസിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, പീലാത്തോസേ നീയാണോ ഈ സംസാരിക്കുന്നത്? അത് നിന്നെക്കൊണ്ട് ആരെങ്കിലും സംസാരിപ്പിക്കുകയാണോ? യേശുവിനറിയാം അത് മറ്റൊരു ഹിസ്റ്ററിയും പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൈസറെ അഭയം ചൊല്ലുന്നത്. അതിൻ്റെ മിസ്റ്ററിയിലും അതിൻ്റെ ആഴങ്ങളും നമ്മൾ പഠിക്കേണ്ടതാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് അധികം പോകുന്നില്ല. പക്ഷേ യേശുവിനറിയാമായിരുന്നു തിബിരിയാസ് കൈസറോ, റോമിലിരിക്കുന്ന തിബിരിയാസ് കൈസറും അവൻ്റെ താഴെയുള്ള ദൈവത്തിന് സ്തോത്രം ഹേരോദ അന്തിപ്പാസോ അല്ലെങ്കിൽ ഫിലിപ്പ് രാജാവോ ചേർന്നൊരുക്കുന്ന ഒരു പദ്ധതിയുടെ ബാക്കി പത്രമല്ലേ ഈ പീലാത്തോസിൻ്റെ ചോദ്യമെന്ന്. അതുകൊണ്ടാണ് യേശു പീലാത്തോസിനോട് പറയുന്നത്, ഞാൻ ഐ ആം എ കിങ്. ദൈവത്തിന് സ്തോത്രം. യേശു നമ്മുടെ രാജാവാണ്. ഹല്ലേലൂയ. യേശു എപ്പോഴും നമ്മുടെ രാജാവാണ്. ഹല്ലേലൂയ. ദൈവരാജ്യമാകുന്ന രാജ്യം പെന്തക്കോസ്ത് നാളിൽ സ്ഥാപിച്ചുവെങ്കിൽ ആ രാജ്യത്തിൻ്റെ രാജാവാണ് യേശു. അതുകൊണ്ടാണ് യേശു അവിടെ പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസിനോട് പറയുന്നു, എൻ്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ പീലാത്തോസേ, തിബരിയാസ് കൈസറോ, നിൻ്റെ രാജാക്കന്മാരോ ഫിലിപ്പ് രാജാവോ ആര് നോക്കിയാലും എൻ്റെ സേവകരോട് ജയിക്കത്തില്ലായിരുന്നു. പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ആത്മീകമാണ്. ഒരു മറുപടി അവിടെ കൊടുക്കുന്നുണ്ട്, എന്നാൽ നിൻ്റെ രാജ്യത്തെ ഒരു ദിവസം തകർക്കും. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവചനത്തിലെ കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് ഞാനാണെങ്കിൽ ആ പ്രവചനം നിറവേറിയിരിക്കുമെന്ന് അവിടെ യേശു പ്രഖ്യാപിക്കുകയാണ്. പുതിയ നിയമത്തിൽ 7959 വാക്യങ്ങളുണ്ട്. പുറപ്പാട് പുസ്തകത്തിലെ 25-ാം അധ്യായം മുതൽ 40-ാം അധ്യായം വരെ ഉള്ള 16 അധ്യായങ്ങളിൽ 13 അധ്യായങ്ങളാണ് ഈ സമാഗമന കൂടാരത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ 32, 33, 34 അധ്യായങ്ങൾ ഒഴികെ ബാക്കിയുള്ള 13 അധ്യായങ്ങൾ ഈ കൂടാരപ്പണിക്കായി ഉപയോഗിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെ 7959 വാക്യങ്ങളെ ഈ
13 അധ്യായങ്ങളെ 550 വാക്യങ്ങൾ പ്ലസ് എബ്രായ ലേഖനങ്ങളെ വാക്യങ്ങൾ കൂടി ചേർത്ത് നമ്മൾ ഭാഗിച്ചെടുക്കുമ്പോൾ 14 എന്ന സംഖ്യ കിട്ടുന്നു. 14ൻ്റെ അർത്ഥമാണ് കർത്താവിൻ്റെ സപ്ത സമ്പൂർണ്ണ മഹിമയുടെ പ്രകടനം. അതുകൊണ്ട് സമാഗമന കൂടാരത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ തന്നെ പഠിച്ചാൽ കർത്താവിൻ്റെ സപ്ത മഹിമയുടെ സമ്പൂർണതയുടെ പ്രകടനമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളുള്ളപ്പോൾ ആ 260 അധ്യായങ്ങളെ പഴയ നിയമത്തിലെ 13 അധ്യായങ്ങൾ കൊണ്ട് ഭാഗിക്കുമ്പോൾ 20 എന്ന സംഖ്യ ലഭിക്കുന്നു. 20 എന്ന സംഖ്യയുടെ അർത്ഥം പൂർണ്ണതയുടെ കൂടിയ അളവെന്ന് നമുക്ക് കാണുവാൻ കഴിയും. 25, 26, 27 ഈ 3 അധ്യായങ്ങൾക്ക് 98 വാക്യങ്ങളുള്ളപ്പോൾ 36, 37, 38, 98 വാക്യങ്ങളെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ വചനത്തിൽ നിന്ന് കൂട്ടരുത്, ഈ വചനത്തിൽ നിന്ന് കുറയ്ക്കരുത്. അധ്യായങ്ങൾ 32, 33, 34 ലംഘനങ്ങളുടെ അധ്യായമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ, ഈ കൂടാരത്തെ എഡിറ്റ് ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, എഴുതുവാൻ മനുഷ്യരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ, കൽപ്പന അധ്യായമായ 25, 26, 27 അനുസരണ അധ്യായമായ 36, 37, 38 ഇടയിൽ വരുന്ന 32, 33, 34 ലംഘന അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ഇതിൻ്റെ മർമ്മം? ദൈവം എന്തുകൊണ്ട് ഈ ലംഘന അധ്യായങ്ങൾ കൽപ്പനയ്ക്കും അനുസരണത്തിനും ഇടയ്ക്കായി ചേർത്തിരിക്കുന്നു? കൽപ്പനയ്ക്ക് ശേഷം ഒരു ലംഘനമുണ്ട്, ലംഘനത്തിന് ശേഷം ഒരു അനുസരണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇസ്രയേൽ 2 രാജ്യമായി വിഭാജിക്കപ്പെട്ട് നമുക്കറിയാം. ഇസ്രയേൽ എന്നും യഹൂദ എന്നും. ഇസ്രയേലിൽ 19 രാജാക്കന്മാരും യഹൂദയിൽ 20 രാജാക്കന്മാരും ഭരണം നടത്തി. ഇസ്രയേലിൽ 19 രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അവർ ഏകദേശം 236 വർഷമാണ് അവർ ഭരിക്കുന്നത്. യഹൂദയിൽ 20 രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ദാവീദ്, ശലോമോൻ ഇവരെ വിട്ടുകഴിഞ്ഞ് 20 രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അവർ 390 വർഷമാണ് യഹൂദയിൽ ഭരിക്കുന്നത്. ഈ 19 രാജാക്കന്മാർ ഭരിച്ചതിൽ അവർ ഒറ്റയാൾ പോലും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തില്ല. ദൈവത്തിന് സ്തോത്രം. യഹൂദയിൽ 20 രാജാക്കന്മാർ ഭരിച്ചപ്പോൾ അതിൽ 8 പേർ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയും 12 പേർ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആ അർത്ഥത്തിൻ്റെ ആഴമായ പ്രതിഫലനമാണ് കൽപ്പന അധ്യായമായ 25, 26, 27 അനുസരണാധ്യായങ്ങളായ 36, 37, 38 ഇതിനിടയിൽ വന്ന ലംഘന അധ്യായമായ 32, 33, 34 കൽപ്പനയ്ക്ക് ശേഷം ലംഘനമുണ്ടാകും. ഇതെൻ്റെ ദൈവത്തിന് അറിയാമായിരുന്നു. ലംഘനത്തിന് ശേഷം അനുസരണമുണ്ടാകുമെന്നും ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ ഒരു പദ്ധതി ഒരുക്കിയത്. ദൈവത്തിന് സ്തോത്രം. നാം പഠിച്ചല്ലോ കൽപ്പന അധ്യായങ്ങളായ 25, 26, 27 നമുക്ക് കാണുവാൻ കഴിയും 98 വാക്യങ്ങൾ. അനുസരണ അധ്യായങ്ങളായ 36, 37, 38 നമുക്ക് കാണുവാൻ കഴിയും 98 വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ മർമ്മം? ഞാൻ ആദ്യം ഓർപ്പിച്ചുവെങ്കിലും ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. തിരുവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആവർത്തനം 13:1 നമ്മൾ നോക്കുമ്പോൾ അതിനോട് കൂട്ടരുത്, അതിനോട് കുറയ്ക്കരുത്. ആവർത്തനം 4 നമുക്ക് കാണുവാൻ കഴിയും. 2-ാം വചനത്തിൽ 2-ാം വാക്യത്തിൽ ആ വചനത്തോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. സദൃശ്യവാക്യം 5:7 ദൈവത്തിൻ്റെ മൊഴികളെ വിട്ട് മാറരുത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, ഈ വചനങ്ങളോട് ഒരുവൻ കൂട്ടിയാൽ ഈ വചനത്തിലുള്ള ബാധകൾ ഞാൻ അവൻ്റെ മേലയക്കും. ഈ വചനത്തിലുള്ളതിനോട് കുറച്ചാൽ ഈ വചനത്തിലുള്ള ബാധകളെ ഞാൻ അവനയക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഹാർവസ്റ്റ് TV യിൽ കൂടി
ഇത് കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ദൈവത്തിന് സ്തോത്രം. ദൈവം കൂട്ടിച്ചേർത്തിരിക്കുന്ന തിരുവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് അത് ദൈവം എന്തിന് ചേർത്തിരിക്കുന്നു എന്ന മറുചോദ്യം ചോദിക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും വചന മർമ്മങ്ങൾ ഗ്രഹിച്ച് അനേകരെ ഈ വിശുദ്ധിയിലേക്കും വേർപാടിലേക്കും വിശ്വസ്തതയിലേക്കും കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് പല എപ്പിസോഡായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ആഴമായ നീണ്ട ഒരു പഠനമാണ്. ഇതിൽ ഞങ്ങൾ ചില പുസ്തകങ്ങളെ ഉദ്ധരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞങ്ങൾ ആ പുസ്തകങ്ങളെ പൂർണ്ണമായും യോജിക്കുന്നത് കൊണ്ടല്ല. പക്ഷെ തിരുവചനത്തിലെ ചില മർമ്മങ്ങൾ ആ പുസ്തകങ്ങൾ കൂടി ഉള്ളപ്പോൾ ഞങ്ങൾ എടുത്ത് കാണിക്കുന്നു എന്നു മാത്രമേ ഉള്ളൂ. അതുമാത്രവുമല്ല, പ്രൈസ് ദി ലോർഡ്, ഈ എപ്പിസോഡിൽ പിക്ചറുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സമാഗമന കൂടാരത്തിൻ്റെ പിക്ചറുകളെ നോക്കുമ്പോൾ ഒരിക്കൽ പോലും ആ പിക്ചറുകൾ അതുപോലെ ആകണമെന്നില്ല. എന്നാൽ പഠനത്തിന് സഹായം എന്ന് ചിന്തിക്കുക മാത്രമേ ചെയ്യാവൂ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ സദരം ക്ഷമിക്കണമേ എന്നപേക്ഷിക്കുന്നു. ഞങ്ങൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ നമ്മുടെ കണ്ണുകളെ അടയ്ക്കുന്നു. സ്വർഗീയ പിതാവേ, എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നത് കൊടുത്തതുപോലെ അങ്ങ് ഞങ്ങളുടെ ബുദ്ധിയെ തുറന്നു കൊടുക്കുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ. വീണ്ടും കാണുന്നവരെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചാട്ട്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു തമ്പുരാൻ്റെ ശ്രേഷ്ഠകരമായ നാമത്തിൽ തന്നെ ആമേൻ. ഹൃദയവേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ. എൻ്റെ ഏകാന്തതയിലെ